بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇവിടെ വിശദീകരിച്ചത് അല്ല സൂറത്തുൽ ഫലഖ് അല്ല, ഇനി സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഏറെ ശ്രേഷ്ഠമായ സൂറത്താണ്. എന്താണ് അതിന്റെ ഒരു ശ്രേഷ്ഠത? വിശുദ്ധ ഖുർആനിന്റെ 1/3 സുലുസുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ തഅദിലു സുലുസൽ ഖുർആൻ. ഖുർആന്റെ 1/3 തുല്യമാകുന്നു ഇഖ്ലാസ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യാകാൻ? 1/3 തുല്യാകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ഭാഗം തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കലാണ്, പഠിപ്പിക്കലാണ്. മറ്റൊരു വകുപ്പ് പരലോക സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ കർമാനുഷ്ഠാനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 1/3 ഏകദൈവ വിശ്വാസം, തൗഹീദാണ്. ആ തൗഹീദിനെ മുഴുവൻ ആരും ഉൾക്കൊണ്ടിട്ടുണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് 1/3 വിശുദ്ധ ഖുർആനിന്റെ 1/3 തുല്യാണ് എന്നാണ് പറഞ്ഞത്. ഈ സൂറത്തിനെ കുറിച്ച് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയും നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം ഓതാൻ എന്തുണ്ട് പ്രയാസം എന്ന് ചോദിക്കണം. 1/3 വിശുദ്ധ ഖുർആന്റെ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1/3 എത്ര ജുസ് ഉണ്ടാവും? 10 ജുസ്. വിശുദ്ധ ഖുർആൻ 30 ജുസ് ആണ്. അപ്പൊ അതിൽ 1/3 10 ജുസ് ആണ്. അപ്പൊ എല്ലാ രാത്രി അത് ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സഹാബത്ത് അതിൽ ആശ്ചര്യം കൂറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്. അത് തഅദിലു സുലുസൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പിന്നെ ഈ സൂറത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് സൂറത്തുൽ ഇഖ്ലാസ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പ്രത്യേകത, സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. ആ സന്തോഷ വാർത്ത അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് അല്ലെങ്കിൽ ഖസ്ർ നിർമ്മിക്കപ്പെടും എന്നുള്ളത്. ഖസ്ർ, അങ്ങനെ ഹദീസിൽ ലഫ്ദ്. ഖസ്ർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, സ്വർഗീയ കൊട്ടാരം. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുന്നവർക്ക് ഒരു സ്വർഗീയ കൊട്ടാരം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിശേഷം. പിന്നെ ഇനിയൊന്ന് പറയും. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സൂറത്തുൽ നാസിന്റെ അതേപോലെ സൂറത്തുൽ ഫലഖിന്റെ ഒക്കെ മഹത്വത്തിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം?
കൈകളിൽ ഊതി ഈ സൂറത്തുകൾ ഓതിയിട്ട് ശരീരത്തിൽ കൈ എത്തുന്നിടത്ത് തടവാൻ പറഞ്ഞു. അതിൽ അന്നാസും അൽ ഫലഖും എന്ന പോലെ വേറെ സൂറത്തുണ്ട്. അതേതാണ്? അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ആ സൂറത്തിന്റെ മഹത്താണ്. എല്ലാ രാവിലും നമ്മൾ അത് 3 തവണ ഓതുക എന്നുള്ളത് അതിന്റെ ഒരു മഹത്താണ്. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വ്യക്തി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സംഘത്തിൽ അമീറാക്കിയിട്ട് നിശ്ചയിച്ചു. അയാൾ എന്ത് ചെയ്ത് സംഘത്തിൽ അമീറായിട്ട് പോയി. അങ്ങനെ അയാൾ എന്ത് ചെയ്യും? എല്ലാ നമസ്കാരത്തിലും അയാളാണ് ഇമാമൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതും, ഒരു സൂറത്ത് ഓതും, പിന്നെ അയാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. എല്ലാ നിസ്കാരത്തിലും ഒക്കെ സൂറത്ത് ഓതിയാൽ നമ്മളൊക്കെ ഫാത്തിഹ ഓതി പിന്നെ സൂറത്ത് ഓതാൻ കാത്തിക്കണ്ട് റുക്കുവിലേക്ക് പോകാൻ അല്ലേ? ഇയാൾ എന്ത് ചെയ്യും? അള്ളാഹു അക്ബർ റുക്കുവിനാരും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതും. ഇതാണ് പതിവാ. ചില ഹദീസുകളിൽ ഇയാളൊരു ഒരാൾ ഇമാമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാമെന്ന് ഇങ്ങോട്ട് കുബാ പള്ളിയിൽ ഒരാളെ ഇമാമത്ത് നിർത്തി. അയാൾ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതും, സൂറത്ത് ഓതുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതും. അയാളുടെ ഓത്തിന്റെ ചന്തം പരിഗണിച്ചിട്ട് അയാളെ മാറ്റാൻ നിർവാഹമല്ല. ആളുകൾക്കൊക്കെ അയാളെ ഇമാമായിട്ട് വേണം. പക്ഷെ അയാൾ എന്ത് ചെയ്യും? ഈ ഒരു ആളുകളുടെ ദൃഷ്ടിയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയും, ആ രീതിയിൽ സൂറത്തുൽ ഇഖ്ലാസ് അയാൾ. അപ്പോ അയാളെ വിളിച്ച് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളെ വിളിച്ചു ചോദിച്ചു, ഖുബാ പള്ളിയിലെ ഇമാമിനെ വിളിച്ചു ചോദിച്ചു. അതേപോലെ തന്നെ ആ സംഘത്തിൽ തലവനാക്കി നിശ്ചയിച്ച ആ വ്യക്തിയെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓതുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ആ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇഖ്ലാസ് സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാനത് എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ ഓതുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്ബിറൂഹു ബിഅന്ന അല്ലാഹ യുഹിബ്ബു, അയാളോട് പറയൂ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതും ഇഖ്ലാസിന്റെ ഒരു മഹത്താണ്. ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ അള്ളാഹു പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു. വേറൊരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലേ, ഈ സൂറത്ത് മുഴുവൻ അള്ളാഹുവിന്റെ സിഫാത്താണ്, അള്ളാഹുവിന്റെ വിശേഷമാണ്. നോക്കി, നിങ്ങൾ ഇതില് ഒക്കെ എന്താണ് അള്ളാഹുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ കിട്ടുന്നത്. അള്ളാഹു അഹദ്, അള്ളാഹു അസ്സമദ്, അള്ളാഹു ലം യലിദ്, അല്ലാഹ് ലം യൂലദ്, അല്ലാഹ് ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി പറയുന്നു, റസൂൽ ഇത് മുഴുവൻ അള്ളാഹിന്റെ സിഫാത്താണ്, വിശേഷണമാണ്, അതുകൊണ്ട് ഈ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഹുബ്ബുക ഇയ്യാഹ, ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം അദ്ഖലകൽ ജന്ന, നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ സൂറത്തിന് കുറേ മഹത്വങ്ങളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഒരാൾ ഓതുന്നത് കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, പറഞ്ഞേ വജബത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വമാ വജബത്ത്, എന്താ വജബത്ത്? എന്നാ അനിവാര്യമായി, തീർച്ചയായും ലഭിച്ചു എന്നൊക്കെ അതിന്റെ അർത്ഥം. അപ്പൊ എന്താ വജബത്ത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന. എന്താ വജബത്ത് ലഹുൽ ജന്ന? അയാൾക്ക് സ്വർഗം അനിവാര്യമായി, സ്വർഗം ലഭിക്കും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ഇഖ്ലാസ് സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ മഹത്വങ്ങൾ, കുറേ ശ്രേഷ്ഠതകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എല്ലാ നമസ്കാരത്തിന്റെയും ഒടുവിൽ നമസ്കാരത്തിൽ സലാം കിട്ടിയാൽ മുഅവ്വിദാത്തുകൾ ഓതാൻ പറഞ്ഞു. മുഅവ്വിദാത്തുകൾ, അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഅവ്വിദത്തൈനിയാണ് അല്ലെ? മുഅവ്വിദത്തൈനി അല്ലെ? ഇവിടെ മുഅവ്വിദാത്താണ്. മുഅവ്വിദാത്ത്, എല്ലാ നിസ്കാരങ്ങളുടെയും ഒടുവിൽ മുഅവ്വിദാത്ത് ഓതാൻ പറഞ്ഞു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഅവ്വിദത്ത് എന്ന് പറഞ്ഞാൽ അഭയം തേടാൻ ഉള്ള സൂറത്താണ്. മുഅവ്വിദത്തൈനി പറഞ്ഞാൽ 2 എണ്ണം. അത് ഏതൊക്കെയാണ്? ഫലഖും അന്നാസും. ഇവിടെ മുഅവ്വിദാത്ത് എന്നുള്ളത് ബഹുവചനാണ്. അപ്പൊ 2 അല്ല, പിന്നെ 2, 3 ഉണ്ട്.
അപ്പൊ അതേതാണ് മൂന്നാമത്തേത് ഇഖ്ലാസാണ്. അപ്പോ നീ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും മുഅവ്വിദാത്തുകൾ ഓതണം എന്ന് ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചു, കൽപ്പിച്ചു. അത് ഉഖബ പറയാണ് റസൂലുള്ളാഹിനോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ നമസ്കാരങ്ങൾക്കിടയിൽ അവസാനത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, അന്നാസ്, അൽ ഫലഖ് സൂറത്തിനോടൊപ്പം. അത് അതിന്റെ ഒരു മഹത്വമാണ്. ഇപ്പൊ മുഅവ്വിദതൈനുണ്ട്, അതേപോലെ തന്നെ മുഅവ്വിദാത്തും. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ മുഅവ്വിദാത്ത് കൊണ്ട് മന്ത്രിച്ചു. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ ഫലഖും അന്നാസും പിന്നെ ഏതാ ഇഖ്ലാസും. അപ്പൊ അത് ഈ സൂറത്തിന്റെ മറ്റൊരു മഹത്താണ് അറിയിക്കുന്നത്. മുഅവ്വിദാത്ത് എന്ന സൂറത്തിന് പേരുള്ള പോലെ തന്നെ ഈ സൂറത്തിന് കുറെ പേരുകളുണ്ട്. അതിലൊരു പേരാണ് ഇതെന്താ വായിക്കാൻ മുശഖ്ശിഖതൈൻ എന്നാണ്. മുശഖ്ശിഖതൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ അല്ലേ അങ്ങനെ ചിരിക്കാൻ മാത്രമൊന്നുമല്ല, അറബിയിലുണ്ട് ശരിയാണ് ചിലതൊക്കെ, പക്ഷെ എന്നാലും പിന്നെ മുശഖ്ശിഖതൈൻ എന്ന് പറഞ്ഞാൽ 2 സൂറത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഒരു മനുഷ്യന് രക്ഷയും മോചനവുമാകുന്ന 2 അധ്യായങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മുശഖ്ശിഖതൈനിൽ 2 സൂറത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഏതാ? ഒന്ന് ഇഖ്ലാസ് അല്ലെ, മറ്റൊന്ന് ഏതാ? സൂറത്തുൽ കാഫിറൂനും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും. ഈ 2 സൂറത്തുകൾക്കാണ് എന്ത് പറയാ? മുശഖ്ശിഖതൈൻ എന്ന് പറയാം. അൽനാസിനും ഫലക്കിനും നമ്മൾ പറഞ്ഞു മുഅവ്വിദതൈൻ അല്ലെ. സഹ്റാവൈൻ എന്ന് പറയും 2 സൂറത്തുകൾക്ക്. സഹ്റാവൈൻ ഏതാ? സഹ്റാവൈൻ 2 സൂറത്തുകൾക്ക് സഹ്റാവൈനി എന്ന് പറയും. സഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ അൽ ബഖറയും ആലി ഇമ്രാൻ. അപ്പൊ അൽ ബഖറ, ആലി ഇമ്രാൻ സൂറകൾക്ക് സഹ്റാവൈനി എന്നും അൽ കാഫിറൂൻ, അൽ ഇഖ്ലാസ് സൂറകൾക്ക് മുശഖ്ശിഖതൈൻ എന്നും അൽ ഫലഖ്, അന്നാസ് സൂറകൾക്ക് മുഅവ്വിദതൈനി എന്നും പേര് പറയും. മുശഖ്ശിഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നുമുള്ള രക്ഷക്കുള്ള സൂറത്തുകൾ എന്ന അർത്ഥത്തിലാണ്. കാപട്യത്തെ പോകും, നരകത്തെ പോകും, അതാണ് അതിന്റെ അർത്ഥം. ശമനം ഏകുക എന്നൊക്കെയാണ് ആ പദത്തിന്, എന്നൊക്കെ പറഞ്ഞ ആ പദത്തിന് എങ്ങനെ വരിക? രോഗം നീക്കുക, പോക്കുക എന്ന അർത്ഥത്തിൽ. ഇവിടെ കാപട്യത്തെ പോക്കുക, നരകത്തെ പോക്കുക എന്നുള്ള ഉദ്ദേശാർത്ഥം. അതിനാണ് പിന്നെ കാഫിറൂൻ, ഇഖ്ലാസ് സൂറത്തിന് ഈ പേര്. നോക്കി നിങ്ങൾ, നമ്മൾ കാഫിറൂൻ, ഇഖ്ലാസ് സൂറകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഓതും. എവിടെ പ്രത്യേകിച്ച് ഓതാ? സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ അല്ലെ. സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ 1ാമത്തെ റക്അത്തിൽ ഓതിയാൽ കാഫിറൂൻ ഓതും. പിന്നെ സൂറത്തുൽ ഫാത്തിഹ 2ാമത്തെ റക്അത്തിൽ ഓതിയിട്ട് അവിടെ എന്ത് ചെയ്യും? ഇഖ്ലാസ് ഓതും. പിന്നെ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ കാഫിറൂൻ ഓതും, 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതും. പിന്നെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ ഓതും, പിന്നെ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതും. ഖലാസ്. മാത്രമല്ല ഇനിയുണ്ട് വിത്റിൽ നമ്മൾ 1ാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, 2ാമത്തെ റക്അത്തിൽ കാഫിറൂൻ, 3ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ്. അത് ഹദീസിൽ വന്നതാണ്.
എല്ലാ നിസ്കാരത്തിലും ഓതാം. ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതാം. പക്ഷെ പ്രത്യേകിച്ച് വന്ന 3 സന്ദർഭങ്ങൾ നിസ്കാരത്തിൽ ഇതാണ്. വിത്തർ, അതേപോലെ തന്നെ മഗ്രിബിക്ക് ശേഷമുള്ള സുന്നത്ത്, പിന്നെ സുബഹിന് മുമ്പുള്ള സുന്നത്ത്, പിന്നെ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് കാഫിറൂനും അതേപോലെ തന്നെ ഇഖ്ലാസും അത് രണ്ടും നമ്മൾ ഒന്നിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പല നിസ്കാരങ്ങളിലും. മഗ്രിബിന് അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതിയിരുന്നു എന്നറിയിക്കുന്ന ഹദീസുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മഗ്രിബിന് മുമ്പല്ല, മഗ്രിബിന് ശേഷമുള്ള നിസ്കാരത്തിൽ. എനിക്കറിയില്ല, അതെനിക്കറിയില്ല. മഗ്രിബിന് ശേഷമുള്ള നിസ്കാരത്തിന്റെ ഹദീസാണ് ഞാൻ ഇതിൽ വായിച്ചത്. നിസ്കാരത്തിൽ ഓതാ ആരും അറസ്റ്റ് ചെയ്യൊന്നുമില്ല. ഫാത്തിഹ ഓതാ, അതിന് ശേഷം കാഫിറൂൻ ഓതാ, അതിന് സുബഹിക്കൻ ഓതിനും ആവശ്യമില്ല. പക്ഷെ പ്രത്യേകിച്ച് വന്ന തെളിവ് വന്നതാണ് നമ്മളിവിടെ ഉണർന്നത്. പ്രത്യേകിച്ച് തെളിവ് വന്ന നിസ്കാരം. സൂറത്തുൽ അഹദ് അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഇതിന് കുറെ പേരുകളാണ്. അൽ ഫഖ്റുർ റാസി, ഇമാമുർ റാസി, ഫഖ്റുർ റാസി 20 പേരുകൾ സൂറത്തുൽ ഫലഖ് ഈ ഇഖ്ലാസിന് പിന്നെ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. 20 പേരുകൾ. അതൊക്കെ ഈ സൂറത്തിന്റെ പ്രത്യേകതകളെ പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ അതിന് നൽകിയ പേരുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്താണ്? പ്രധാനപ്പെട്ട ഒരു പേര് എന്താ? അൽ ഇഖ്ലാസ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പേര് തൗഹീദ്, പിന്നെ ഒരു പേര് അസ്സമദ്, പിന്നെ ഇതിന് അന്നജാത്ത് എന്ന പേരുണ്ട്. അതേപോലെ തന്നെ പിന്നെ അൽ മാരിഫ എന്ന പേരുണ്ട്. അൽ അസാസ് എന്ന് സൂറത്തുൽ അസാസ് എന്നതിന് പേരുണ്ട്. ഇതേപോലെ പല പേരുകളുണ്ട്. ഒക്കെ ഈ സൂറത്തിന്റെ പ്രത്യേകതകളെ പരിഗണിച്ച് അതിന് പണ്ഡിതന്മാർ നൽകിയ പിന്നെ പേരുകളാണ്. അത് പിന്നെ ഇമാം റാസി പിന്നെ 20 പേര് അതിൽ പിന്നെ പണ്ഡിതന്മാർ നൽകിയ തഫ്സീറിൽ നൽകിയത്. അതിൽ ഇഖ്ലാസ് എന്ന് പറയാൻ കാരണം എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സൂറത്ത് അത് പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകതകളും അള്ളാഹുവിന്റെ ഏകത്വവും പറയാൻ പ്രത്യേകം. അത് ഇതിൽ വെറും കറകളന്ന് തൗഹീദ് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് അതിന് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് തൗഹീദ് എന്നതിന് പറയാൻ കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ തൗഹീദാണ് ഇതിൽ പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം അതാണ് ഈ സൂറത്തിന്റെ പരാമർശ വിഷയം. അതുകൊണ്ടാണ് തൗഹീദ്. അതേപോലെ അസ്സമദ് എന്ന് പറയാൻ കാരണം ഇതിൽ അള്ളാഹുവിന്റെ അസ്സമദ് എന്ന പേര് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏക സ്ഥലത്താണ് അസ്സമദ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് അസ്സമദ് എന്ന് പേര്. പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ അത് പരാമർശിക്കുന്നത് കൊണ്ട് സൂറത്തുൽ അസാസ് എന്ന് ഇഖ്ലാസ് സൂറത്തിന് പേര് വന്നു. അൽ മാരിഫ അങ്ങനെ കുറെ പേരുണ്ട്. നജാത്ത് അങ്ങനെ പല പേരുകളുണ്ട്. പിന്നെ എത്ര ആയത്തപ്പത്? 4 ആയത്ത്. അത് പിന്നെ നമ്മള് ഇതിനു മുമ്പ് ഖിറാഅത്തുകളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ മുസഹഫുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ മുസഹഫുകൾ ആയത്തുകൾ എഴുതിയപ്പോ ചില ആയത്തുകൾ ചെയ്തിട്ടുണ്ടാവും, ചില സൂറത്തുകൾ കൂട്ടി എഴുതിയിട്ടുണ്ടാവും, ചിലത് വേർപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പരിഗണനയില് പിന്നെ ഇവിടെ മുസ്ഹഫുൽ മക്കി അതേപോലെ മുസ്ഹഫുൽ ഷാമി നമ്മൾ പറഞ്ഞിരുന്നു. മക്കി മുസ്ഹഫ്, ഷാമി മുസ്ഹഫ്, അതിൽ 5 ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ ചില പിന്നെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇഖ്ലാസ് സൂറത്ത് 5 ആയത്താണെന്ന് പറയും. അവിടെ ലം യലിദ് എന്നുള്ളത് അതിലൊരു ആയത്താണ്. അല്ലാഹു സമദ് ലം യലിദ് ഒരായത്താണ്, വലം യൂലദ് വേറൊരു ആയത്താണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ എത്ര ആവും? 5 ആയത്ത്. അതേസമയം മറ്റു മുസ്ഹഫുകളിൽ കൂഫി, ബസരി, മദനി അതിലൊക്കെ ആയത്തുകളുടെ എണ്ണം 4 ആണ്. നമ്മളുടെ കയ്യിലുള്ള മുസ്ഹഫുൽ കൂഫിയാണ്.
അതുകൊണ്ടാണ് അതിൽ 4 ആയത്ത് എഴുതിയിട്ടുള്ളത്. ഇത് എപ്പോ അവതരിപ്പിച്ചു? ഇത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്, സബബുണ്ട്, കാരണമുണ്ട്. എന്താണ് പ്രസ്തുത കാരണം? സൂറത്തുൽ ഇഖ്ലാസ് എവിടെയാണ് അവതരിച്ചത്? മക്കത്താണോ മദീനത്താണോ? അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിലാണോ മദീന കാലഘട്ടത്തിലാണോ? മക്ക കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് മക്ക കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത്? അതിനൊരു കാരണമുണ്ടല്ലോ. ഇതിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കാൻ, അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കുന്ന അധ്യായങ്ങളൊക്കെ അവതീർണമായത് എവിടെയാണ്? മക്ക കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ സൂറത്തിന്റെ സവിശേഷത പരിഗണിച്ചാൽ അത് മക്കീയത്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തീർപ്പാക്കാൻ പറ്റും. പക്ഷേ പല പണ്ഡിതന്മാരും ഇതിനെ മദനീയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് മദനീയത്താണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ മദനി, പിന്നെ അബുൽ ആലിയ, ദഹ്ഹാഖ്, ഇമാം ഖത്താദ തുടങ്ങിയവരുടെയൊക്കെ വീക്ഷണം അതാണ്. ഇത് മദനീയത്താണ് എന്നുള്ള വീക്ഷണം. അത് എന്തുകൊണ്ട് അവർ മദനീയത്ത് എന്ന് പറഞ്ഞു? മക്കിയത്ത് എന്നുള്ളത് എന്തുകൊണ്ട്, അതായത് ഇത് മക്കയിൽ അവതീർണമാണ്, മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് നമ്മളിവിടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും വന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ഇപ്പൊ അബു തുഫൈൽ ആമിർ, അതേപോലെ തന്നെ അർബദ ഇബ്നു റബിയ, 2 പേര് വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദ്, യാ മുഹമ്മദ് ഇലാ മാ തദഉ, മുഹമ്മദ് നീ എന്തിലേക്കാണ് ദഅവത്ത് നടത്തുന്നത്, ക്ഷണിക്കുന്നത്? അപ്പോ പറഞ്ഞു, ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോ ഈ ആമിർ, അബൂ തുഫൈൽ ആമിറും അതേപോലെ അർബദ ഇബ്നു റബീഅയും പറഞ്ഞു, സിഫ് ലനാ റബ്ബക്, മുഹമ്മദ് നിന്റെ റബ്ബിനെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട്, അത് ഗോൾഡിൽ നിന്നാണോ, അതല്ല സിൽവറിൽ നിന്നാണോ, അതല്ല നുഹാസ്, ചെമ്പ്, കോപ്പർ, അതിൽ നിന്നാണ്, അതൊന്ന് വിശദീകരിച്ചു തരാൻ വേണ്ടിട്ട് പറയും. എന്നിട്ട് അവര് റബ്ബിനെ വിശദീകരിച്ചു തരാൻ വേണ്ടിട്ട് പറയാണ് എന്തിൽ നിന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓതി കൊടുത്തത്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മുശ്രിക്കുകൾ ഒരിക്കൽ വന്ന് റസൂലുള്ളാഹിനോട്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇൻസിബ് ലനാ റബ്ബക്, മുഹമ്മദ് നിന്റെ റബ്ബിന്റെ വംശം ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. റബ്ബിന്റെ വംശം പറഞ്ഞുതരാൻ. ഏത് വംശക്കാരനാണ് നിന്റെ റബ്ബ് എന്ന് പറയുന്നത്? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി ആയിട്ടാണ് ഇറക്കിയത്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മദീനയിൽ ജൂതന്മാർ വന്നിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ ഒന്ന് വിശദീകരിച്ചാണ്. അപ്പോ മദീനയിൽ ജൂതരി ചോദ്യം ചോദിച്ചപ്പോൾ അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുത്തതാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോ മുശ്രിക്കുകളിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ റബ്ബിനെ വിശദീകരിച്ചു കൊടുക്കുവാനുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ മറുപടി കൊടുത്ത എന്താ? സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് കൊണ്ട് റസൂലുള്ളാഹി പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കേട്ടവര് വിചാരിച്ചത് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് എന്ന്. അപ്പൊ മദീനയിൽ ജൂതര് ചോദിച്ചിട്ടുണ്ട്, ചില റിപ്പോർട്ടുകൾ കാണാൻ നസാറാക്കൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി ഇഖ്ലാസ് ആണ് ഓതി കൊടുത്തത്. അപ്പൊ അത് കേട്ടവര് വിചാരിച്ച് ഈ സൂറത്ത് എവിടെ ഇറങ്ങിയതാണ്? മദീനയിൽ ഇറങ്ങിയതാണ്. യഥാർത്ഥത്തിൽ ഇത് ആദ്യം ചോദിച്ച ആളുകൾ ആരാണ്? മക്കക്കാരാണ്. മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമോട് വലിയൊരു ചോദ്യം, ഇൻസിബ് ലനാ റബ്ബക്, മുഹമ്മദ് നിന്റെ റബ്ബിനെ ഒന്ന് ഞങ്ങൾക്ക് അതിന്റെ നസബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇൻസിബ് എന്ന് പറഞ്ഞാൽ എന്താ? നസബ് പറയാൻ. നസബ് പറഞ്ഞാൽ എന്താ? നസബ് പറഞ്ഞാൽ വംശാവലി, വംശം. റബ്ബിന്റെ വംശം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏത് വർഗം അല്ലെങ്കിൽ ഏത് വംശം അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ്. മുശ്രിക്കുകളിൽ നിന്നും അതേപോലെ തന്നെ ഇതര അമുസ്ലിം ജൂതർ നസാറാക്കൾ അവരിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പൊ ആ ചോദ്യങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിന് എന്താണ് പ്രതികരിച്ചത്? സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട്. മനസ്സിലായി? ഈ ഇഖ്ലാസ് ഓതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് റബ്ബ് ആരാണ് എന്നത് അറിയിച്ചു കൊടുക്കും. മനസ്സിലായി? അതാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലം. അതുകൊണ്ടാണ് ചിലരിത് മക്കിയത്താണ്, നബിയുടെ മക്കിയ കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്, മറ്റു ചിലരല്ല ഇത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്, മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് എവിടെ ഇറങ്ങിയത്? ആദ്യം മക്കയിൽ, മക്കത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ചിലര് പറഞ്ഞു സൂറത്ത് അന്നാസും സൂറത്ത് വന്നജും ഇറങ്ങിയതിന്റെ ഇടയിലാണ് ഈ സൂറത്തിന്റെ ക്രമം എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തിൽ അപകാരമുള്ള മുഫസ്സിരീങ്ങളുണ്ട്. അല്ലാഹു അലം. ഏതായാലും മക്കയിലാണ്, മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ ഖുൽ? പ്രവാചകനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിനോട് വന്നിട്ടാണ് ചോദിക്കുന്നത്, റബ്ബിനെ വർണ്ണിച്ചു തന്നാലും അല്ലെങ്കിൽ റബ്ബിന്റെ വംശം പറഞ്ഞു തന്നാലും എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ് ഖുൽ പറയുക ഹുവല്ലാഹു അഹദ്. ഹുവ എന്ന് പറഞ്ഞാൽ വന്നാൽ അവൻ എന്നർത്ഥമുണ്ട് അല്ലെ? ഹുവ. അതേപോലെ തന്നെ അത് കാര്യം എന്ന അർത്ഥത്തിൽ വരും. അപ്പൊ ഹുവ അവൻ ആരാണ്? അള്ളാഹു. അള്ളാഹു ആകുന്നു. അവൻ അള്ളാഹു ആകുന്നു. അള്ളാഹു ആരാണ്? അഹദുൻ. അവൻ ഏകനാകുന്നു, അഹദാകുന്നു. ഇവിടെ ഹുവ, അള്ളാഹു, പിന്നെ അഹദ്. ഗ്രാമർ പറയാൻ പാടില്ല ഈ ക്ലാസ്സിൽ, പക്ഷെ ഒരു അനിവാര്യത. ഇവിടെ ചിലര് പറഞ്ഞ് ഈ സർവനാമത്തിനുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയാകുമ്പോ പിന്നീട് പറയാൻ പോകുന്ന ഒരു കാര്യം അതിനെ ആളുകൾ ശ്രദ്ധിക്കാൻ, ഗൗരവത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ ആ ദമീർ പ്രയോഗിക്കുക, സർവനാമം പ്രയോഗിക്കുക, ദമീറുഷനെ പ്രയോഗിക്കുക. അതായത് ശേഷം പറയാൻ പോകുന്ന കാര്യം അത് ഗൗരവത്തിലെടുക്കാനും ശ്രദ്ധിക്കാനും പറയുന്ന ദമീറാണ് ദമീറുഷ. അപ്പൊ എന്താ? ഖുൽ പറയുക, ഹുവ കാര്യം, അല്ലാഹു അഹദുൻ, അല്ലാഹു ഏകനാകുന്നു. അപ്പൊ അല്ലാഹു ഏകനാകുന്നു എന്നതാണ് കാര്യം. അപ്പൊ ഈ സർവനാമം ദമീർ അത് എന്തിനിവിടെ കൊണ്ടുവന്നു എന്നുള്ളത്, കൊണ്ടുവന്നത് പിന്നീട് പറയാൻ പോകുന്നതിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി, ഗൗരവത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ചിലര് പറഞ്ഞില്ല ഇത് ദമീർ അത് മുബ്തദാ ഖബർ എന്ന് പറയും, ആഖ്യാതം അല്ലെ? ഇത് മുബ്തദയാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ആരാകുന്നു? അല്ലാഹു ആകുന്നു. അവൻ അല്ലാഹു ആകുന്നു. ഇത് രണ്ടാമത്തെ ഖബർ. അവന് ഏകനാകുന്നു, അവൻ അല്ലാഹു ആകുന്നു, ഏകനാകുന്നു. വേറെയും അതിന് പല വിശദീകരണങ്ങളും പറഞ്ഞിട്ട്, ഏതായാലും മുഹമ്മദെ നിന്റെ റബ്ബിനെ വർണ്ണിച്ചുകൊണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹുവ അവൻ അല്ലാഹു ആകുന്നു, ആരാകുന്നു? ഏകനാകുന്നു. നിന്റെ റബ്ബ് എന്നാണ് ചോദ്യം അല്ലെ? ഇൻസിബിലന റബ്ബക്, നിന്റെ റബ്ബിനെ വർണ്ണിച്ചുകൊണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ ഉത്തരം എങ്ങനെ വരണ്ടീന്? നമ്മളൊക്കെ പറയുമ്പോ എങ്ങനെ പറയാം? എന്റെ റബ്ബ് എന്നല്ല പറയാൻ. പക്ഷെ എന്റെ റബ്ബ് എന്ന് പറയാതെ, അല്ലെങ്കിൽ റബ്ബ് എന്ന് പറയാതെ ആരാ പറഞ്ഞത്? അള്ളാഹു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? അള്ളാഹുവിനെ അവർ സമ്മതിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മൻ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? യഖൂലൂൻ അല്ലാഹ് എന്ന് അവർ പറഞ്ഞിരുന്നു.
കഅബത്തെ കുറിച്ച് അവർ പറഞ്ഞിരുന്നു ബൈത്തുല്ലാ. എന്താ ബൈത്തുല്ലാ? അള്ളാഹുവിന്റെ ഭവനം എന്ന്. ഒരു എഴുത്തുകുത്ത് അവർ തുടങ്ങുകയാണെങ്കിൽ അവർ തുടങ്ങിയിരുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്നാണ്. ബിസ്മിക അല്ലാഹുമ്മ. എന്താ ബിസ്മിക അല്ലാഹുമ്മ എന്നാണ്? യാ അല്ലാ എന്നർത്ഥം. യാ അല്ലാ എന്നതാണ് എന്ത്? അല്ലാഹുമ്മ. അപ്പൊ നമുക്ക് അള്ളാനെ അറിയാം. അപ്പൊ നിന്റെ റബ്ബിനെ മുഹമ്മദെ ഒന്ന് വിശദീകരിച്ചു കൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ വംശം പറഞ്ഞുകൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ റബ്ബിനെ പറയാതെ ആരെ പറഞ്ഞത്? അള്ളാഹുവിനെ പറഞ്ഞത്. അവർ സമ്മതിക്കുന്ന, അവർ അംഗീകരിക്കുന്ന വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനാണ് ആര്? റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്നത് ഒരു വേറെ ദൈവത്തിലേക്കോ വേറെ ആരാധ്യനിലേക്കോ അല്ല, പിന്നെയോ അവരൊക്കെ സമ്മതിക്കുന്ന, വിശ്വസിച്ച് അംഗീകരിക്കുന്ന അള്ളാഹു, അവനാണ് ആരുടെ റബ്ബ്? എന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ്, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്ന ഏകത്വം അംഗീകരിക്കുവാൻ അവരെ ക്ഷണിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മറുപടി. അപ്പൊ ഹുവ അല്ലാഹു അഹദുൻ, അവൻ അള്ളാഹു ആകുന്നു, അവൻ ഏകനാകുന്നു. ഏകനാകുന്നു. എന്താ ഈ ഏകൻ എന്ന് പറഞ്ഞാല്? അഹദുൻ, അള്ളാഹു ഏകൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എങ്ങനെയെങ്കിലും പറയാം? ഏകൻ എന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പിന്നെന്തില്ല? അള്ളാഹ്ക്ക് കൂട്ടുകാരില്ല. അള്ളാഹ്ക്ക് പിന്നീട് അത് വിശദീകരിക്കേണ്ടത് അർത്ഥം. അഹദുൻ, ഈ അഹദുൻ എന്നുള്ളത് ഏകൻ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണമാണ്. എന്ത്? അഹദുൻ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണമാണ് അഹദുൻ എന്നുള്ളത്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകളൊക്കെ അഹദല്ല, ഈ ഒരു വിശേഷണത്തിന് അർഹവുമല്ല. അള്ളാഹ്ക്ക് മാത്രമാണ് അഹദ് എന്നുള്ള വിശേഷണം. വിശുദ്ധ ഖുർആനിലും അതേപോലെ തിരുസുന്നത്തിലും അറബി ഭാഷയിലും ഒക്കെ പടപ്പുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തില്ല, എങ്ങനെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വിശേഷണം അത് അള്ളാഹ്ക്ക് മാത്രമാണ്. എന്തുകൊണ്ട്? അള്ളാഹു എല്ലാത്തിലും ഏകനാണ്. അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വം, റുബൂബിയ്യത്ത്, അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്ത്, ആരാധ്യത, അല്ലെ? അള്ളാഹ്ക്ക് നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ, അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്, ആ വിശേഷണങ്ങൾ ഒക്കെ അള്ളാഹു ആണ്. ആരാ? അള്ളാഹു ഏകനാണ്. തുല്യനില്ല, സമശീർഷനില്ല. അതേപോലെ തന്നെ ഇണല്ല, മക്കളില്ല. ആ വിഷയങ്ങളിലൊക്കെ ആരാണ്? അള്ളാഹു ഏകനം. അള്ളാഹു ഏകനം. അപ്പോ അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് മാത്രം അഹദ് എന്ന് പറയുന്നത്. ഈ അഹദ് എന്നുള്ളതിന്റെ അസിൽ വഹദ് എന്നാണ്. വഹദ്, ഈ വാവിനെ മറിച്ചിട്ട് ഹംസാക്കിയതാണ് അഹദ്. വാഹിദ്, അള്ളാഹ്ക്ക് പേരുണ്ട്. വാഹിദ് എന്ന് ആർക്ക് പേരുണ്ട്? അള്ളാഹ്ക്ക് പേരുണ്ട്. അത് അൽ വാഹിദ്. അൽ വാഹിദ്. വാഹിദ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയും, അള്ളാഹിനെ കുറിച്ച് പറയും. ഇപ്പൊ ഈ പേന എത്ര പേനുണ്ട്? ഒരു പേനയാണ്. ഇതിനെ കുറിച്ച് എന്ത് പറയാം? ഖലമുൻ വാഹിദ്. ഖലമുൻ വാഹിദ്, ഒരു പേന, അല്ലെ? റജുലുൻ വാഹിദ്, ഒരാൾ, വാഹിദ് എന്ന് പറയും. അതേസമയം ഖലമുൻ അഹദ് എന്ന് പറയില്ല, റജുലുൻ അഹദ് എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ട്? ഈ അഹദ് എന്നുള്ള ഈ ഒരു വിശേഷണം അത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണം, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം. അള്ളാഹു അല്ലാത്തവർക്ക് ഇത് പറയുമ്പോ അത് ഒന്നുകിൽ അവരിലേക്ക് ചേർത്തോ അല്ലെങ്കിൽ ഉപാധി വെച്ചോ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളിൽ ഒരാൾ എന്ന് പറയും. എങ്ങനെ പറയാം? അഹദുക്കും എന്ന് പറയാം. അഹദുക്കും, നിങ്ങളിൽ ഒരാൾ. അല്ലെങ്കിൽ നമ്മിൽ ഒരാൾ എന്നുള്ളതിന് അഹദുന എന്നാ പറയുന്നത്. അതേസമയം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആ വ്യക്തി അഹദുൻ എന്ന് പറയില്ല. അത് ഭാഷയിൽ, അറബി ഭാഷയിൽ അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷമാണ് ഈ അഹദുൻ എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആരുമില്ല. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് യാതൊരു പങ്കാളിയുമില്ല, അള്ളാഹ്ക്ക് ഇണയില്ല, അള്ളാഹ്ക്ക് സന്തതികളില്ല, അള്ളാഹ്ക്ക് സഹായില്ല. അള്ളാഹു മാത്രം. ആ ആശയം അറിയിക്കാനാണ്.
അറബി ഭാഷയിൽ ഈ ഒരു വിശേഷണം അള്ളാഹ്ക്ക് മാത്രം ഇങ്ങനെ വന്നത്. അതേസമയം വാഹിദ് എന്ന അള്ളാഹ്ക്ക് പേരുണ്ട്. ലില്ലാഹി വാഹിദിൽ ഖഹാർ എന്ന് പറഞ്ഞത്. ലില്ലാ അൽ വാഹിദ് അൽ ഖഹാർ. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വന്നിട്ടുണ്ട് അൽ വാഹിദ് എന്ന അള്ളാഹ്ക്ക് പേര്. വാഹിദ് പടപ്പുകൾക്കും പറയും. പടപ്പുകളെയും വിശേഷിപ്പിച്ച് വാഹിദ് പറയും. ഖലമിൻ വാഹിദ്, റജുലുൻ വാഹിദ് എന്ന് പറയും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അലിഫ് ലാം വന്നത്. അൽ വാഹിദ്, അൽ വാഹിദ് എന്ന അള്ളാഹുവിന്റെ പേര് വന്നത്. പിന്നെ അള്ളാഹ്ക്ക് ഈ അൽ വാഹിദ് എന്നുള്ള പേര് പറയുമ്പോൾ അതിന് പ്രത്യേക ആശയാണ്. പടപ്പുകളിലേക്ക് അൽ വാഹിദ് എന്ന് പറയുമ്പോൾ അതിന് പടപ്പുകൾ എന്നുള്ളവർക്ക് ആ പ്രത്യേക പരിഗണനയിലുണ്ട്. അപ്പൊ അല്ലാഹു അഹദ്, അള്ളാഹു അവൻ ഏകനാണ്. അവന് യാതൊരു പങ്കാളിയോ കൂറുകാരനോ സഹായിയോ ഇണയോ തുണയോ ഒന്നുമില്ല. അതാണ് അതിന്റെ. അപ്പൊ അള്ളാഹുവിന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ നോക്കി നിങ്ങൾ മറുപടി റബ്ബിനെ വിശേഷിപ്പിച്ചു തരുന്ന പറഞ്ഞപ്പോ എന്താ, ഇവര് ചോദ്യത്തില് ചിലപ്പോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക റബ്ബിനെ ഒന്ന് വിശേഷിപ്പിച്ചു തരുമെന്ന് അറിയുമ്പോ റബ്ബിനെ ഏത് സംഗതി കൊണ്ട് ഉണ്ടാക്കിയതാണ്? നരങ്ങോണ്ട് കൊത്തിയതാണോ? അതെല്ലാം സ്വർണത്തോണ്ട് ഉണ്ടാക്കിയതാണോ? അതെല്ലാം വെള്ളി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അതായിരിക്കും അവരുടെ ഉന്നം, ചോദ്യത്തിൽ അവരുടെ ഉന്നം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തപ്പോ എങ്ങനെ കൊടുത്ത്? മറുപടി കൊടുത്തപ്പോ അവരറിഞ്ഞിരിക്കേണ്ടതും അവര് മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് മറുപടി ആക്കി കൊടുത്തത്. അള്ളാഹു സ്വർണ്ണല്ല, അള്ളാഹു വെള്ളിയല്ല, അള്ളാഹു വേറൊന്നും അങ്ങനെ പറഞ്ഞില്ല. പിന്നെയോ അവരറിയേണ്ടതും അവർ വർദ്ധിക്കേണ്ടതുമായ കാര്യം, ആദർശം, അതാണ് എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത്. ഫിർഔൻ ചോദിച്ചില്ലേ മൂസാനോട്, ഹാറൂനോട്, വമൻ റബ്ബുകുമാ യാ മൂസ? അവന്താ മറുപടി കൊടുത്തത്? റബ്ബുകുമാ, നിങ്ങളുടെ റബ്ബാരാണെന്ന് ചോദിച്ചപ്പോ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, അങ്ങനെ മറുപടി കൊടുത്തത് അല്ലേ? അപ്പോ റബ്ബ് ആരാണ് ചോദിച്ചപ്പോ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ. അപ്പൊ ചോദിക്കണം അലാ തസ്തമിഊൻ, ഫിർഔന് കൂടെയുള്ളവരോട് ചോദിക്കാണ്, നിങ്ങൾ കേൾക്കുന്നില്ല ഇപ്പം പറയുന്ന ഈ മറുപടി? ഞാൻ റബ്ബ് ആരാണ് ചോദിച്ചപ്പോ റബ്ബിന്റെ വാപ്പാരിമാർ ഇങ്ങനെ പറയാനാണ് ഫിർഔന്റെ ആ രീതിയിലാണ് ചോദ്യം. പക്ഷെ മൂസാന്റെ മറുപടി റബ്ബ് ആരാണ് ചോദിച്ചപ്പോ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ. അപ്പൊ ഫിർഔൻ ചോദിക്കാൻ കൂടെ അവന്റെ ശിഖടികളുണ്ടല്ലോ, കിങ്കരന്മാർ, അലാ തസ്തമിഊൻ, നിങ്ങൾ കേൾക്കില്ല ഈ മറുപടി? അപ്പൊ വീണ്ടും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയണം റബ്ബുക്കും റബ്ബു ആബായിക്കുൽ അവ്വലീൻ, നിങ്ങളുടെ റബ്ബും നിങ്ങളുടെ പൂർവികരുടെ റബ്ബുമാണ് എന്റെ റബ്ബ്. അടുത്ത പറഞ്ഞു. അപ്പോഴാണ് ഫിർഔൻ പറയുന്നത് ചൊല്ലിട്ട് പിന്നെ നിങ്ങൾ നബി ഭ്രാന്തനാണെന്ന് പറയുന്നത്. കാരണം എന്താ, ഫിർഔന് ചോദ്യം ചോദിക്കുമ്പോ ഈ ഫിർഔനൊരു ഉത്തരം കിട്ടണം. ആ ഉത്തരമല്ല ആര് കൊടുക്കണത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കണം. അപ്പൊ പിന്നെ ഭ്രാന്തം വിളിക്കല്ലാന്ന് നിർവാഹമല്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെയും റബ്ബിന്റെ നസബ, വംശം പറഞ്ഞുകൊണ്ടാന്ന് പറയുമ്പോ അവരുടെ ഉദ്ദേശം എന്താ? വംശം പറയുമ്പോ അവർക്കറിയാം, അവരിലിപ്പോ പിന്നെ അന്നൊക്കെ ഗോത്രമാണല്ലോ, ഓരോ പ്രേക്ഷികൾക്കും അവരുടേതായ ഗോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊന്ന് റബ്ബിനെ അവതരിപ്പിച്ച് കിട്ടാനാണ് അവരുടെ ചോദ്യം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നീയത്തിലേക്ക് തന്നെ പോയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട രീതി അതെന്താണോ അതാണ് മറുപടിയായിട്ട് പറഞ്ഞത്. ഹുവല്ലാഹു അഹദ്, അല്ലാഹു അസ്സമദ്. എന്താ അല്ലാഹു അസ്സമദ്? എന്താ സമദ് എന്ന് പറഞ്ഞാൽ? സമദ് എന്ന് പറഞ്ഞാൽ നാനാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. എന്താന്ന് പറഞ്ഞ? ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ അല്ലെ, നിരാശ്രയൻ. അത് അതിനർത്ഥം സമദില്ല, നിരാശ്രയം. അതേപോലെ വേറെ അർത്ഥം എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവരുടെയും ആശ്രിതൻ. പടപ്പുകൾക്കൊക്കെ ആരെ വേണം? അള്ളാനെ വേണം. അള്ളാഹ്ക്ക് ആരും വേണ്ട, പടപ്പുകൾ ഒരാള് വേണ്ട. അതാണ് നിരാശ്രയൻ, പരാശ്രയമുക്തൻ, എല്ലാവരുടെയും ആശ്രിതൻ. അതാണ് സമദ്. ഇതേപോലെ കുറെ അർത്ഥങ്ങൾ ഈ സമദ് എന്ന പദത്തിന്റെ പ്രത്യേകത പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമദ് എന്നുള്ളതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം എന്തെങ്കിലും അകത്തേക്ക് പറ്റേണ്ട വിധം, ഒരകം ഇല്ലാത്തവൻ, ശക്തൻ. അതുകൊണ്ട് തന്നെ
തിന്നാത്തവൻ, കുടിക്കാത്തവൻ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്നും പറ്റേണ്ടതില്ല, ഉള്ളിലുള്ളതൊന്നും പുറത്തു പോകേണ്ടതുമില്ല. അങ്ങനെയുള്ള ഒരു ജൗഫ്, ഒരു അകം ഇല്ലാത്തവനാണ് സമദ് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒന്നും കൂടി വിശാലമാക്കിയിട്ട് പറഞ്ഞു. അതേ പറഞ്ഞ എന്താണ്? നേതൃത്വത്തിൽ നേതൃത്വത്തിൽ, നായകത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദാണ് സമദ്. സയ്യിദ് നേതൃത്വത്തിൽ അതിന്റെ പരമകാഷ്ഠ പ്രാപിച്ച, അങ്ങേ അറ്റത്തെത്തിയ നേതാവ് സമദ്. അതേപോലെ തന്നെ ഷറഫിൽ പൂർണ്ണത പ്രാപിച്ച ഷരീഫ്. എന്താ ഷരീഫ്? ഷരീഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനമുള്ളവൻ, മാന്യത ഉള്ളവൻ. അപ്പോ ഷറഫിൽ പൂർണ്ണത വരിച്ച ഷരീഫ്, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദ്. അതുപോലെ ഹിന, സമ്പത്ത്, ഐശ്വര്യം, അതിൽ പൂർണ്ണത വരിച്ച ഗനി, ധന്യൻ. അതേപോലെ തന്നെ ഹിൽമിൽ പൂർണ്ണത വരിച്ച ഹലീം. ഹിൽം എന്ന് പറഞ്ഞാൽ അവധാനതയാണ്. പെട്ടെന്ന് എടുത്തു ചാടാതെ, പെട്ടെന്ന് ശിക്ഷിക്കാതെ, തൗബക്കും പശ്ചാത്താപത്തിനൊക്കെ അവസരം നൽകുന്നവനാണ് അള്ളാഹു. അതാണ് അള്ളാഹു ഹലീം എന്ന് പറയുന്നത്. ഹിൽമിൽ, അവധാനതയിൽ പൂർണ്ണത വരിച്ച ഹലീം, പൂർണ്ണത വരിച്ച ഹലീം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഈ സമദ് എന്ന പേരിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, ഒക്കെ കൃത്യവുമാണ്. അള്ളാഹു നിരാശ്രയനാണ്, പരാശ്രയമുക്തനാണ്, എല്ലാവരുടെയും ആശ്രിതനാണ്. അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹു എല്ലാ വിഷയത്തിലും, നേതൃത്വത്തിൽ, സ്ഥാനത്തിൽ, ധന്യതയിൽ, അവധാനതയിലൊക്കെ പരമകാഷ്ഠ പ്രാപിച്ച, പൂർണ്ണതയിൽ എത്തിയവൻ ആണ്. ആ അർത്ഥമാണ് ഇവിടെ അസമദ് എന്നുള്ളതിന് ഉള്ളത്. ഇതൊക്കെ ഭാഷയുടെ തേട്ടവുമാണ്. ഷറഅ് പണ്ഡിതന്മാര് അത് ഈ നാമത്തിന് വകവെച്ചതുമായ ആശയമാണ്. അപ്പൊ അല്ലാഹു അസ്സമദ്, അല്ലാഹു അവൻ അസ്സമദാകുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു നിരാശ്രയൻ, പരാശ്രയമുക്തൻ, എല്ലാവരുടെയും ആശ്രിതൻ എന്നുള്ളൊരർത്ഥം മാത്രമല്ല ഈ സമദിനുള്ളത്. അള്ളാഹുവിന്റെ സമദീയത്ത് എന്നുള്ള ആ വിശേഷണം ഉണ്ടല്ലോ, സമദ് എന്നുള്ള നാമം അള്ളാഹ് എന്തിനാണ് സ്ഥിരീകരിക്കുന്നത്? സമദീയത്ത് എന്നുള്ളതായ സിഫത്തിനാണ്, അല്ലെ, വിശേഷണത്തിന്. ഈ സമദീയത്ത് എന്നുള്ളത് കേവലം അള്ളാഹുവിന് ഒരു നിരാശ്രയത്വം, പരാശ്രയമുക്തൻ എന്നുള്ളൊരു വിശേഷണം മാത്രമല്ല വകവെക്കുന്നത്. പിന്നെയോ അത് ധാരാളം ആശയങ്ങളെ വകവെക്കുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രബലനായ മുഫസ്സിർ, വിശുദ്ധ ഖുർആൻ മുഫസ്സിർ, അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം പറയുന്നത് നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച സയ്യിദ്, ഐശ്വര്യത്തിൽ പൂർണ്ണത വരിച്ച പിന്നെ ഗനി, അതേപോലെ തന്നെ അവധാനതയിൽ, ഹിൽമിൽ പൂർണ്ണത വരിച്ച ഹലീം, ഷറഫിൽ പൂർണ്ണത വരിച്ച ഷരീഫ്. ഇങ്ങനെ പല വിശേഷണങ്ങളാണ്, താല്പര്യങ്ങളാണ് ഈ സമദ് എന്ന പേരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, കേവലം സമദിന് പിന്നെ പ്രജകൾക്ക് ആശ്രയിക്കേണ്ട ഒരു നേതാവ്, പ്രജകൾ ആശ്രയിക്കേണ്ട ഒരു നേതാവ്, അതാണ് അള്ളാഹുവിന്റെ സമദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, അതിന് അർത്ഥം പറയും. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല അതിന്റെ അർത്ഥമുള്ളത്, മാത്രമല്ല അള്ളാഹുവിന്റെ ഈ നാമത്തിന് അതിന് ബൃഹത്തായ മഹത്തായ കുറെ ആശയങ്ങളും അർത്ഥങ്ങളും. അള്ളാഹു അസ്സമദാണ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, എന്താ ലം യലിദ്? ലം യലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും ജന്മം നൽകിയിട്ടില്ല. ലം യലിദ്. വലം യൂലദ്, വലം യൂലദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനിപ്പിക്കപ്പെട്ടവനുമല്ല, ജന്മം നൽകിയിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വാവാർത്തിട്ടുണ്ട് വലം യൂലദ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൗദ്ധവിശ്വാസികൾ അള്ളാഹിനെ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അത് പറയുന്നത്. മുഹമ്മദേ, നീ പറയുന്ന റബ്ബ്, നീ ക്ഷണിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ ഒന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല. ജനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം?
ജനിപ്പിക്കണമെങ്കിൽ പല പിന്നെ ഇണകൾ വേണം, ഇണ വേണം. അതേപോലെ തന്നെ പിന്നെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടല്ലോ ഒരു പിന്നെ കുഞ്ഞുണ്ടാകണമെങ്കിൽ അതിൻ്റെതായ പരിണാമ ഘട്ടങ്ങളും പലതും അതൊക്കെ വേണം. അതൊക്കെ അറിയിക്കുന്നത് എന്താണ്? അതൊക്കെ അറിയിക്കുന്നത് പിന്നെ പൂർണ്ണനല്ല എന്നുള്ളതാണ്. പൂർണ്ണൻ അല്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും ജനിപ്പിച്ചിട്ടില്ല. അത് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം മുശ്രിക്കീങ്ങൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കൾ. നസാറാക്കൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈസാ നബി അള്ളാഹുവിന്റെ സന്താനമാണ്, അൽ മസീഹ് ഇബ്നുല്ലാ. യഹൂദർ പറഞ്ഞു എന്ത്? ഉസൈർ ഇബ്നുല്ലാ. ഉസൈർ ഇബ്നുല്ലാ. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൺമക്കളോട് അനിഷ്ടമാണ്. പെൺമക്കൾ ഉണ്ടായിട്ടെങ്കിൽ അവർക്ക് അപമാനമാണ്. അപ്പൊ എന്ത് ചെയ്ത് അവര് പെൺമക്കള് മലക്കുകളൊക്കെ പെൺമക്കളാക്കിട്ട് അതൊക്കെ അല്ലാഹ്. അലകുമുൽ ബനൂൻ വലഹുൽ ബനാത്ത്. നിങ്ങൾക്ക് ആൺമക്കളും അവന്റെ പെൺമക്കളുമോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കണം എന്തുകൊണ്ടാ? പിന്നെ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാക്കിയിട്ട് എന്ത് ചെയ്ത് മുശ്രിക്കീങ്ങൾ ചിത്രീകരിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗങ്ങളുടെ ഒക്കെ ആ ധാരണത്തിൽ അവർക്ക് മറുപടി കൊടുക്കണം. ലം യലിദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തില്ല, ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കൾ എന്ന് പറയുന്നത്, നസാറാക്കൾ എന്ന് പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ആണ് പറയുന്നത്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ്. അല്ലാഹു പറയുന്നു ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ്. അല്ലാഹു മസീഹാണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹ് പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവാണെന്ന് പറഞ്ഞവരുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജനിച്ചാണ് അല്ലെ, മറിയമിന് സന്താനമായി ജനിച്ചതാണ്. അപ്പോ വലം യൂലദ്, അള്ളാഹു ജനിപ്പിക്കപ്പെട്ടവനും അല്ല. അതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് അടുത്ത് പറഞ്ഞത്. പിന്നെയോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ വലം യകുൽ ലഹു കുഫുവൻ അഹദ്? ലം യകുൻ ലഹു, ലഹു എന്ന് പറഞ്ഞാൽ അവന്, അള്ളാഹുവിന്. ലം യകുൻ ഉണ്ടായിട്ടില്ല. ലം യകുൻ ലഹു, അവന് ഉണ്ടായിട്ടില്ല. ഇമാമത്തിൻ്റെത്. അപ്പൊ അവന് ഉണ്ടായിട്ടും ഇല്ല. എന്ത്? കുഫുവൻ അഹദ്. കുഫുവൻ എന്താ? കുഫുവൻ, കുഫു എന്ന് പറഞ്ഞെങ്കിൽ നിദ്, തുല്യൻ അല്ലെ, ഷബീ, പിന്നെ സമാനൻ. അതേപോലെ തന്നെ മിസിൽ. മിസിൽ എന്ന് പറഞ്ഞാൽ സമശീർഷ, സമശീർഷനായി, അതേപോലെ തന്നെ സമാനനായി, തുല്യനായി. ഈ അർത്ഥമൊക്കെ കുഫുവിനുണ്ട്. അപ്പൊ വലം യകുൽ ലഹു, അവനുണ്ടായിട്ടില്ല. കുഫുവൻ, തുല്യനായി, സമാനനായി. അഹദുൻ എന്നാ ഒരാൾ. ഇവിടെ അള്ളാഹുവിന് ലം യകുൽ ലഹു കുഫുവൻ, തുല്യനായി, സമാനനായി ആരുമേ ഉണ്ടായിട്ടും ഇല്ല എന്നാണ് പറയുന്നത്. ആരുമേ ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന് തുല്യമായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ. അള്ളാഹു തുല്യമായിട്ട് അള്ളാഹു മാത്രമേ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കേവലം ഒരു ഊർജരൂപല്ല, ഒരു പവർ അല്ലെങ്കിൽ ഒരു ലൈറ്റ്, അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹ്ക്ക് ഒരു ഉണ്മ ഉണ്ട്, ഒരു സത്തുണ്ട്.
ആ സത്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ കുറെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹ്ക്ക് പേരില്ലേ? അള്ളാഹ്ക്ക് പേരില്ലേ? ഇല്ലേ? ആ പേരിനാണ് അസ്മാ എന്ന് പറയുന്നത്. അസ്മാ. അള്ളാഹ്ക്ക് പേരുണ്ടോ? ഉദാഹരണം അർ-റഹ്മാൻ, അർ-റഹീം, അൽ-ഗഫൂർ, അൽ-വദൂദ്, അൽ-മജീദ്, അൽ-മുജീബ്, അൽ-ജബ്ബാർ, അൽ-മുതകബ്ബിർ, അൽ-മുഅ്മിൻ, അൽ-മുഹൈമിൻ, അൽ-അസീസ്, അൽ-ഹകീം, അൽ-അലീം, അൽ-ഗഫാർ, അൽ-ഗഫൂർ. കുറെ അള്ളാഹ്ക്ക് പേരുകളുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹുവിന് കുറെ വിശേഷണങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് കുറെ അഫ്ആലുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. അള്ളാഹിന്റെ വിശേഷണം പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ വിശേഷണം അൽ ഖാലിഖ് എന്നുള്ളത് പേരല്ലേ? സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പേരാണ്. പേരും വിശേഷണമായിട്ട് വ്യത്യാസമല്ലേ? അഹദ് പേരാണ് അല്ല. അള്ളാഹിന്റെ വിശേഷണങ്ങൾ ഉണ്ടല്ലോ, അത് പല രീതിയിലാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങൾ അവന്റെ സത്തയുമായി ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ മുഖത്തെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ? അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന് വജി എന്ന് പറഞ്ഞൊരു വിശേഷണമുണ്ട്. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ് വജി. അള്ളാഹുക്ക് മുഖമുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതിയാണ്. യഹൂദര് പറഞ്ഞ് യദുല്ലാഹി മഗ്ലൂല, അള്ളാഹു ഭയങ്കര പിശുക്കനാണ്, കൈയൊക്കെ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്ന് ജൂതന്മാര് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഉല്ലത് ഐദീഹിം, അവരുടെ കൈകളാണ് പിശുക്കി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ബൽ യദാഹു മബ്സൂതതാനി, അള്ളാഹുന്റെ ഇരു കരങ്ങളും മബ്സൂതതാനി നിവർത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തനിക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞതിനെ ജൂതരോട് എതിർത്തില്ല. കാരണം അള്ളാഹ്ക്കതുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കൈ പിശുക്കുന്ന കൈയാണെന്ന് പറഞ്ഞതിനാണ് അള്ളാഹു എന്ത് ചെയ്ത് എതിർത്ത്. അപ്പൊ അള്ളാഹ്ക്ക് എന്ത് വിശേഷണമുണ്ട്? യദ് എന്നുള്ള വിശേഷണമുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എല്ലാവരും അനിവാര്യമായും അംഗീകരിക്കേണ്ടതായ യാഥാർത്ഥ്യം. എല്ലാവരും അനിവാര്യമായും അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അന്ത്യനാളിൽ നരകത്തിൽ കത്തും, നരകം കത്തും. നരകത്തിൽ കത്തുമ്പോ നരകം കത്തും, അത് ആളി കത്തും. നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? പാപികളിടും, അവിശ്വാസികളിടും. മനസ്സിലായി? ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് തള്ളും, നരകത്തിലേക്ക് തള്ളും. യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദഅന, ശക്തമായി ഊക്കോട് കൂടി തള്ളുന്ന. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന നരകത്തോട് ഹലീം തലഅതി, എന്താ ഹലീം തലഅതി? നരകമേ നീ നിറഞ്ഞോന്ന് ചോദിക്കും. നിറഞ്ഞോ? അല്ലാഹു കാക്കട്ടെ. അങ്ങനെ അപ്പൊ ആ രീതിയിലാണ്. അപ്പോ നരകം തിരിച്ചു ചോദിക്കും ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനി കുറേ ഉണ്ടോ? വന്നോട്ടെ. വിശാലമാണ് എന്നർത്ഥത്തിൽ പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദം നരകത്തിൽ വെക്കുന്നു, പാദം നരകത്തിൽ വെക്കും. ചില കുട്ടികൾ രിജിൽ വെക്കും എന്ന ഹദീസുണ്ട്, ഖദം വെക്കും എന്ന ഹദീസുണ്ട്. രിജിൽ അതേപോലെ തന്നെ ഖദം എന്ന് പറഞ്ഞാൽ പാദാണ്, രിജിൽ എന്ന് പറഞ്ഞാൽ കാലാണ്. അപ്പൊ നരകം ചെയ്യുന്നതാണ്, നരകം ഇങ്ങനെ ചുരുങ്ങും. അപ്പൊ നരകം പറയും ഖത്തിൻ മതി എന്ന് പറയും, മതി എന്ന് പറയും. അപ്പൊ അവിടെ നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കുറെ വിശേഷണങ്ങൾ പറഞ്ഞു, സിഫത്ത് പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു കുറെ സിഫത്ത് വിശേഷണങ്ങൾ പറഞ്ഞു. ഇത് അവന്റെ സത്തയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അല്ലാഹുവിന് അതല്ലാത്ത വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ എന്താ? കേൾവി. സമീഅ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണ്, അത് പേരാണ്. സമഅ എന്താ? കേൾവിയാണ്. അപ്പൊ ബസർ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച. ഇൽമ് എന്താ? അറിവ്, അല്ലെ? ഖുദ്റത്ത് എന്താ? ഖുദ്റത്ത് കഴിവ്, അല്ലെ? ഹയാത്ത്, അല്ലെ? ജീവൻ. ഇതൊക്കെ എന്താ? അള്ളാഹിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ കുറയല്ലേ? എത്ര നാമങ്ങളുണ്ട്? ഒരുപാട് നാമങ്ങളുണ്ട്. 99 നാമങ്ങളുണ്ട്, 99-അപ്പുറം നാമങ്ങളുണ്ട്. ആ നാമങ്ങളൊക്കെ അള്ളാഹ്ക്ക് വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. അപ്പൊ അള്ളാഹു അലീം എന്ന് പറയുമ്പോ അള്ളാഹിന്റെ പേരാണ്.
ആ അലീം എന്നുള്ള പേര് എന്താ അറിയിക്കുന്നുണ്ട്? ഇൽമ് എന്ന വിശേഷണത്തെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പേരും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹ്ക്ക് വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? അള്ളാന്റെ സിഫാത്തുകളാണ് അല്ലെ? ഇനി അള്ളാന്റെ പ്രവൃത്തികളുണ്ട്. ഇപ്പൊ നാമങ്ങൾ പറഞ്ഞ് വിശേഷണങ്ങൾ പറഞ്ഞ് ഇനി അള്ളാന്റെ ചില പ്രവൃത്തികളുണ്ട്. എന്താ അള്ളാന്റെ പ്രവൃത്തികൾ? അതിൽ തന്നെ ശിക്ഷിക്കാൻ. ഉദാഹരണത്തിന് അള്ളാഹു എന്താണ്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കും അല്ലെ? പിന്നെ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു പൊറുക്കും അല്ലെ? അള്ളാഹു പൊറുക്കും. പിന്നെന്താ? അള്ളാഹു സൃഷ്ടിക്കും. അല്ലെ? അള്ളാഹു സൃഷ്ടിക്കും. പിന്നെ യുസീബ്, അള്ളാഹു പ്രതിഫലം നൽകും. പിന്നെ എന്തൊക്കെ പറഞ്ഞ? യുമീത്, മരിപ്പിക്കും. മരിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഒന്നും ചെയ്യൂലേ? അതെന്താ? ഒരു ക്രമല്ലേ? അള്ളാഹു ജീവിപ്പിക്കും, അള്ളാഹു മരിപ്പിക്കും അല്ലെ? അള്ളാഹു യർസുഖ് അല്ലെ? എന്താ യർസുഖ്? അള്ളാഹു ഭക്ഷണം നൽകും. നമുക്ക് അള്ളാഹുടെ പ്രവൃത്തികളാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കേവലം ഒരു ഊർജ്ജല്ല, പിന്നെ കേവലം ഒരു ലൈറ്റ് അല്ല. പിന്നെ അള്ളാഹ്ക്ക് ഒരു ഉണ്മയുണ്ട്, സത്തുണ്ട്. ആ സത്തയെ സംബന്ധിച്ചിടത്തോളം അതിന് കുറെ പേരുകളുണ്ട്. ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസ് അൽ ഹകീം. ഇതൊക്കെ അല്ലാഹുവിന്റെ പേരുകളാണ്, കുറെ പേരുകളാണ്. അതേപോലെ ആ പേരുകളൊക്കെ അള്ളാഹ്ക്ക് എന്ത് സ്ഥിരീകരിക്കുന്നുണ്ട്? വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതേപോലെ അള്ളാഹുവിന് അവന്റെ സത്തയുമായി ബന്ധപ്പെട്ട അവന് കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുക്ക് മുഖമുണ്ട്, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലുണ്ട്, അള്ളാഹുവിന് കാൽപാദമുണ്ട്. അതേപോലെ പിന്നെ ഹൃദയങ്ങൾ, മനുഷ്യ ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഖുലൂബൽ ഇബാദ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ അത് ബൈന ഉസ്ബുഐനി മിൻ അസാബിഅർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഇരു വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ ശാ, അല്ലാഹു ഉദ്ദേശിക്കും വിധം അല്ലാഹു അതിനെ മാറ്റിമറിക്കും. അപ്പോ ഇവിടെ മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്, അള്ളാഹു മാറ്റിമറിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ മുഅ്മിൻ, വൈകുന്നേരം കാഫിർ അല്ലെ? അള്ളാഹു കാക്കട്ടെ. ചിലര് മുഅ്മിനാണ് പക്ഷെ അയാള് കാഫിറാണ്, ചിലര് കാഫിറാണ് അയാൾ എന്ത് ചെയ്യും? മുഅ്മിനാണ്. ആരാ ഹിദായത്ത് കൊടുക്കുന്നത്? അള്ളാഹുവാണ്. ആരാ ഹിദായത്തിനെ എടുക്കുന്നത്? അള്ളാഹുവാണ്. അപ്പോ അവിടെ അള്ളാഹ് വിരൽ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ സത്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറെ വിശേഷണങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹുവിന് കുറെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാവരും സമ്മതിക്കണം അല്ലെ? ഒരു ആയിപ്പരിഷ്കാരമൊന്നുമില്ല. ഇതേപോലെ അള്ളാഹ്ക്ക് വേറെ ചില പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികളാണ് അള്ളാഹു ഇസ്തവ അലൽ അർഷ്. എന്താ അള്ളാഹു ഇസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനായി, അവന്റെ അർഷിന്റെ മുകളിൽ അള്ളാഹു ഉപവിഷ്ടനായി. അതേപോലെ യൻസിലു റബ്ബുന ഇല സമാഇ ദുനിയ, നമ്മളുടെ റബ്ബ് യൻസിലു, എന്താ യൻസിലു? ഇറങ്ങി വരും. എവിടേക്ക്? ഇല സമാഇ ദുനിയ, അടുത്ത ആകാശത്തിലേക്ക്. എപ്പോ? ഇദാ ബഖിയ സുലുസുൽ ലൈലിൽ അഖീർ, അവസാനത്തെ രാവിന്റെ ഒരു ഭാഗം ശേഷിക്കുമ്പോൾ. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എല്ലാരും ഉറങ്ങണ സമയമാണല്ലോ, ആ രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി അള്ളാഹു ചോദിക്കും, മൈ യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഫഉതിയഹു, ഞാൻ അവന് നൽകും. മൈ യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. അതേപോലെ ആരെന്നോട് തൗബ ചെയ്യുന്നു അവന് ഞാൻ നൽകും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവിടെ റസൂലുള്ളാഹി പറയാണ് അള്ളാഹു എന്ത് ചെയ്യും? ഇറങ്ങും. ഇവിടെ പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ പറഞ്ഞു ഇസ്തവ, അള്ളാഹു ഉപവിഷ്ടനായി. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവൃത്തിയല്ലേ? ഇതേപോലെ അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് ഇതൊക്കെ. ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടല്ലോ അള്ളാഹു പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ? ലം യകുൽ ലഹു, അള്ളാഹുവിന് ഉണ്ടായിട്ടില്ല കുഫുവൻ അഹദ്, തുല്യനായിട്ട് ഒരാൾ. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹുക്ക് തുല്യൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞ നാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രവൃത്തികൾ, ഇതൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് ഏറ്റു പറയുമ്പോൾ
നമ്മൾ അള്ളാഹ്ക്ക് ഏറ്റു പറയുമ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ഏറ്റു പറയുന്നത്? വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ രാജാവ് ഇരുന്നത് പോലെ എന്ന് പറയില്ലേ? ആകുമോ? ആവൂല. കാരണം എന്തുകൊണ്ടാ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതുപോലെ അള്ളാഹു ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ആളെ ശിക്ഷിക്കുന്നത് പോലെ എന്ന് വരൂല്ലേ? വരൂല. എന്തുകൊണ്ട്? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതേപോലെ അള്ളാഹുവിന് നമ്മള് അള്ളാഹുവിന് മുഖണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ നമ്മൾ അള്ളാഹിനെ നമ്മളെ പോലെ ആക്കിയല്ലേ? നമുക്ക് മുഖണ്ട്, അള്ളാഹ്ക്ക് മുഖണ്ട് എന്ന് പറയല്ലേ? ആകൂല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വജിഹുണ്ട് നമ്മൾ പറയുമ്പോ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മനസ്സിലല്ലേ? എല്ലാ അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹിന്റെ പ്രവൃത്തികളും നമ്മൾ അള്ളാഹ്ക്ക് സംവദിക്കുന്നത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല. അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലത് സംവദിക്കേണ്ട, ചിലത് ഒഴിവാക്കേണ്ട ഒരു വിഷയമല്ല. ഇന്ന് പല ആളുകളുണ്ടല്ലോ അള്ളാഹ്ക്ക് കേൾവി, കാഴ്ച, അറിവ് ഇതൊക്കെ സംവദിക്കും. അള്ളാഹ്ക്ക് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിന്റെ വജ്ഹിയത്ത് ഇതൊക്കെ പറഞ്ഞത്. ഇത് സംവദിക്കുന്നവർ ഇതിനെ നിഷേധിക്കും. ഇത് നിഷേധിക്കുമ്പോൾ അവര് പറയും ഇതൊക്കെ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനെ പടപ്പുകളോട് തുല്യപ്പെടുത്തല്ലേ? അപ്പൊ ഇത് പറയുമ്പോഴും പടപ്പുകൾക്ക് തുല്യം വരൂലേ? ഇത് പറയുമ്പോഴും പടപ്പുകൾക്ക് തുല്യം വരൂല. കാരണം കേൾവി എന്നുള്ളത് മനുഷ്യനില്ലേ, കാഴ്ച എന്നുള്ളത് മനുഷ്യനില്ലേ? അതിലൊക്കെ അത് നമ്മൾ അള്ളാഹ്ക്ക് പറയുമ്പോൾ അള്ളാഹിനെ തുല്യപ്പെടുത്തലുണ്ടോ? തുല്യപ്പെടുത്തില്ല. എന്തുകൊണ്ടില്ല? നമ്മൾ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് സ്ഥിരീകരിക്കുന്നത്, അള്ളാഹുവിനെ സംവദിക്കുന്നത്. വേറൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഇവിടെ പറഞ്ഞു. ലൈസ കമിസ്ലിഹി ഷൈഉൻ. എന്താ ലൈസ കമിസ്ലിഹി ഷൈഉൻ? അള്ളാഹ്ക്ക് തുല്യനായി, അള്ളാഹ്ക്ക് സമനായി, സമശീർഷനായി, സമാനനായി ആരുമില്ല. ലൈസ കമിസ്ലിഹി എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് സമാനനായി, സമശീർഷനായി, അള്ളാഹ്ക്ക് തുല്യനായി, കിടയൊത്തവനായി ആരുമില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ്, അള്ളാഹുവിനെ അറിയിക്കാനാണ്. കാരണം ഈ സൂറത്തിന് ഇറങ്ങാൻ കാരണം മുഹമ്മദെ നീ ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? അള്ളാഹുവിലേക്ക്. അപ്പൊ മുഹമ്മദെ നീ നിന്റെ റബ്ബിനെ ഒന്ന് വിശദീകരിച്ചു കൊണ്ടാണ്. അതേപോലെ തന്നെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിനെ വിളിച്ച് ഇൻസിബ് ലനാ റബ്ബക്, മുഹമ്മദ് നിന്റെ റബ്ബിന്റെ വംശം അതൊന്ന് അറിയിച്ചു കൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആരാണ് എന്നുള്ളത് അറിയിക്കാനാണ് ആരിറക്കിയത്? സൂറത്തുൽ ഇഖ്ലാസിനെ ഇറക്കിയത്. 5 കാര്യങ്ങൾ അള്ളാഹുവിന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. 1 അള്ളാഹു ആരാണ്? അഹദാണ്. 2 അള്ളാഹു സമദാണ്. 3 അള്ളാഹു ലം യലിദ്. 4 അള്ളാഹു ലം യൂലദ്. അതേപോലെ 5-ാമത്തേത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതോടുകൂടി അള്ളാഹിനെ കുറിച്ച് എന്തെത്തി? അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവും അതേപോലെ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ഉൾക്കാഴ്ചയും ഉണ്ടായി. മനസ്സിലായി? ഈ സൂറത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന് നമ്മൾ വകവെക്കേണ്ടതും അള്ളാഹുവിന് നമ്മൾ സമ്മതിക്കേണ്ടതുമായ വിഷയങ്ങളിലൊന്നും എന്തുണ്ടാവില്ല, ഒരു സംശയം ഉണ്ടാവില്ല, നമ്മുടെ അടുത്തൊരു വീഴ്ച ഉണ്ടാവില്ല. അതേസമയം ഇത് യഥാവിധം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ, അതേപോലെ തന്നെ അള്ളാഹുവിന് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനെ തൊട്ട് നിഷേധിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിന്റെ മഹത്വം അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം. നമ്മൾ സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട സൂറത്തുകളാണിവ. നമ്മൾ പറഞ്ഞു രാവിലെ 3 പ്രാവശ്യം ഈ സൂറത്തുകൾ നമ്മുടെ രാവിലത്തെ ദിക്റുകളിൽ വരണം. വൈകുന്നേരം 3 തവണ ഈ സൂറത്തുകൾ നമ്മുടെ വൈകുന്നേരത്തെ ദിക്റുകളിൽ വരണം. 5 നമസ്കാരങ്ങളുടെയും ഒടുവിൽ സലാം വീട്ടിയതിനു ശേഷം നമ്മൾ ഈ 3 സൂറത്തുകളും ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂറത്ത് 3 പ്രാവശ്യം, അതേപോലെ ഈ 3 സൂറത്തുകളും 3 പ്രാവശ്യം ഓതി നമ്മുടെ ശരീരത്തിൽ തടവണം എന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വേറെ ചില പ്രത്യേകതകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. നമ്മൾ കേവലം പഠിച്ചു പോകുക എന്നുള്ളതല്ല, പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ തെളിയണം.
പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശിഷ്യ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ഒരു പിന്നെ ഉൾക്കാഴ്ചയും അതേപോലെ വകതിരിവും ഉണ്ടാകണം. നമ്മൾ ഇത്തരം സൂറത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് അസമതായ അള്ളാഹുവാണുള്ളത്, അസമതായ അള്ളാഹുവാണുള്ളത്. ഈ അസമതായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്രയിക്കാനും അവലംബിക്കാനും എല്ലാം തികഞ്ഞ് പിന്നെ അത് നേതൃത്വമാകട്ടെ, ധന്യതയാകട്ടെ, അതേപോലെ തന്നെ ഷറഫാകട്ടെ, ഇതൊക്കെ തികഞ്ഞ അള്ളാഹു, സമ്പൂർണനായ ഒരല്ലാഹു, അതാണ് അസമതായ അള്ളാഹു. ഈ അള്ളാഹു ഉണ്ടായിരിക്കാൻ നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ പറയുവാൻ, നമ്മളുടെ പിന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, നമ്മളുടെ രോഗം മാറ്റാൻ, നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ അള്ളാഹു അല്ലാതെ ഒരു പടത്തിനെ ആശ്രയിക്കുക, അവലംബിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.